അതുണ്ടാക്കാമോന്ന് പ്രത്യാഘാതങ്ങളൊന്നാണ് ഇപ്പോൾ നമ്മളൊരു യുവതി മരിച്ചുപോയത് കണ്ടത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പരമാവധി എൻട്രൻസ് ഇല്ലാത്ത, ആക്സസ് ഇല്ലാത്ത കാലത്താണ് നമുക്ക് നേരത്തെ അജിംസ് പറഞ്ഞ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവരും പറയും, ഞാൻ കഴിഞ്ഞവണ് പറഞ്ഞാൽ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും തോന്നുകയാണ്, പണ്ടത്തെ കാലത്തൊക്കെ മനുഷ്യന്മാർ വീട്ടിലല്ലേ പ്രസവിച്ചത്, ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ആശുപത്രികൾ വന്നത്, ഇപ്പോഴല്ലേ സിസേറിയൻ വന്നത്, ഇപ്പോഴല്ലേ വലിയ ബില്ല് വന്നത്. പണ്ടത്തെ കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പണ്ടത്തെ കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 15 പേരുണ്ടെങ്കിൽ 5 പേരെ അതിജീവിച്ചിട്ടുള്ളൂ. പണ്ടത്തെ കാലത്ത് വീട്ടിൽ പ്രസവിച്ച് മരിച്ചു പോയവർക്ക് വല്ല കണക്കുണ്ടോ? ഇപ്പം മരിച്ചവർക്ക് മൊത്തം കണക്കുണ്ട്. ഒരു ജില്ലയിൽ എത്ര വലിയ വർഷം മരിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ കൃത്യമായിട്ട് കണക്കുണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു വീട്ടിൽ നിരവധിയായ കുട്ടികളുണ്ടായിരുന്നു, അതിൽ എത്ര പേര് മരിച്ചു, എത്ര അമ്മമാർ മരിച്ചു, വല്ല കണക്കുണ്ടോ? ആ കണക്കും തൊപ്പിയൊന്നും അറിയാത്തവന്മാരാണ് ഇപ്പോൾ കിടന്നിട്ട് പണ്ടത്തെ കാലത്ത് എല്ലാം സുഖപ്രസവമായിരുന്നു, ആർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാവരും അതിജീവിച്ചു, വീട്ടിലെ അരുവ കൊണ്ട് പൊക്കിൾ കൊടി മുറിച്ച് അതിജീവിച്ച് വന്നവരാണ് ഞങ്ങളെന്ന്. അങ്ങനെ അതിജീവിച്ച് വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഫാമിലിയിലുണ്ട് അങ്ങനെ വീട്ടിൽ പ്രസവിച്ച് മരിച്ചുപോയ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി നോക്കുക, അവിടെ ആശുപത്രി എല്ലാവർക്കും കിട്ടാനില്ല. ആശുപത്രി കിട്ടാനില്ലാത്തതുകൊണ്ട് 50% ആളുകൾ ഉത്തർപ്രദേശിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അൺസേഫായ സാഹചര്യത്തിൽ പ്രസവിക്കുന്നു. ആ അൺസേഫായ സാഹചര്യത്തിൽ 60%-ലധികം ആളുകൾ ജീവഹാനി അടക്കമുള്ള വലിയ ത്രെട്ടിനെ അനുഭവിക്കുന്നു. ആരാ പറഞ്ഞത്? ഇന്ത്യൻ സംവിധാനങ്ങളുടെ സർക്കാരിൻ്റെ കണക്കാണ് പറയുന്നത്. അവിടെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിവിടെ സംവിധാനം ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമ്മുടെ മുൻകാലങ്ങളിലെ മനുഷ്യർ വീടുകളിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവരുത് എന്നാഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ആശുപത്രി സംവിധാനം ഉണ്ടാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പ്രസവിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് പ്രൊഫഷണൽസ് വന്ന് നിന്നിട്ടാണ് ചെയ്യുന്നത് വീട്ടിൽ, അല്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഒരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ആളുണ്ട്. പ്രസവം എന്ന് പറഞ്ഞാൽ ചുമ്മാ കുഞ്ഞിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഏർപ്പാടല്ല. ഭയങ്കരമായ ബ്ലീഡിംഗ് ഉണ്ടാവാം, ശ്വാസം മുട്ടലുണ്ടാവാം, ആൾ മരിച്ചു പോകാം. ഇതിനൊക്കെ ഒരു തരക്കും എക്യുപ്ഡ് അല്ലാത്ത, ധാരണയില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ? അതുകൊണ്ട് ഇതാരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നു? വീടുകളിൽ സുഖമായി പ്രസവിക്കാമെന്ന സംഗതി ആര് പ്രോത്സാഹിപ്പിച്ചാലും, അവരാരായാലും അത്തരക്കാരെ നമ്മൾ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കാൻ പാടില്ല. കർശനമായ നിയമ നടപടി തന്നെ എടുത്തു പോകണം. അവർക്ക് സ്റ്റേറ്റ് ഒരു നിലയ്ക്കുള്ള പിന്തുണയും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ തീർത്തു പറയുക. കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, മൈ റൈറ്റ്. അങ്ങനെയാണോ? ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയാണ്, രണ്ടാമതൊരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് എല്ലാ അവകാശങ്ങളോടും കൂടി ജനിച്ച് ജീവിച്ച് വളരാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. അതിനാണ് നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ഇവരാണ് തീരുമാനിക്കുന്നത് കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും പെറ്റു വന്നോളും, എങ്ങനെ വേണമെങ്കിലും ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന്. കുട്ടിയെ എടുക്കാനുള്ള പ്രോസസ്സ് ചിലപ്പോൾ ഒന്ന് ലോക്കായി പോയാൽ എത്ര മണിക്കൂർ പ്രശ്നം ഉണ്ടാവാം. കുട്ടി മരിച്ചു പോകാം, അമ്മ മരിച്ചു പോകാം. ഈ റിസ്ക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചെയ്തോളാമെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ഏതൊക്കെ സംഘങ്ങളായാലും വ്യക്തികളായാലും, ഇപ്പോൾ ഈ പറയുന്ന ഈ അമ്മ ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതാണ് അവരുടെ ബന്ധുക്കളുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ അയാൾ ക്രിമിനലാണ്. അയാൾ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ച് അയാളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ എത്ര അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരാൾ വീട്ടിൽ സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെ പോലും അറിയിക്കാതെ ഭാര്യയെ അടച്ചു വെച്ച് ഭാര്യയുടെ റൈറ്റിന് വില നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടാവും, ഭാര്യയ്ക്ക് ആശാവർക്കറോട് സംസാരിക്കണമെന്നുണ്ടാവും. അത് ചെയ്യാതെ ഏകപക്ഷീയമായി ചെയ്തിട്ടുള്ള ഒരുതരം അതിക്രമമാണ്. ആ അതിക്രമം ചെയ്ത ആൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ അയാളുടെ അനുചരവൃന്ദങ്ങളായിട്ടുള്ള ആൾക്കാരോട്, അയാളെ വിശ്വസിക്കുന്ന ആൾക്കാരോട്, മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അയാളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരോട് ഈ കുത്തിച്ചെലുത്തി കൊടുക്കുന്ന ശാസ്ത്രവിരുദ്ധത എന്തുമാത്രമായിരിക്കും. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഒരു നിലയ്ക്കുള്ള ഒരു ഒന്നും തടസ്സമാവാൻ പാടില്ല ഇത്ര ആൾക്കാരെ കൈകാര്യം ചെയ്തതിൽ. കാരണം മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങൾ കർശനമായ സമീപനം എടുത്തുവാൻ സർക്കാർ കഴിയട്ടെ. ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതായത് മെഡിക്കൽ സയൻസ് പ്രശ്നമാണ്, വാക്സിൻ പ്രശ്നമാണ്, മരുന്ന് പ്രശ്നമാണ്. നമ്മുടെ ആരോഗ്യ മേഖല ഓരോ നിമിഷാർത്ഥത്തിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോ നിമിഷത്തിലും വിപുലമായിക്കൊണ്ടിരിക്കുന്നു, സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. അതിനെ പരിഹരിക്കാൻ മനുഷ്യൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിൽ പോയി ഇരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാർ സാമൂഹ്യ ശത്രുക്കളാണ്. അത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. അത്തരക്കാരുടെ കെണിയിൽ വീഴാതിരിക്കാൻ, ഇരുണ്ട യുഗത്തിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവട്ടെ, തലയിൽ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക ലോകത്തോട്. അതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ആ ഹോസ്പിറ്റലിൽ നിർബന്ധിതമായിട്ട് സിസേറിയൻ ചെയ്യിപ്പിക്കും. അങ്ങനെ നിങ്ങൾക്ക് സിസേറിയൻ നിർബന്ധമായി ചെയ്യിപ്പിക്കാത്തതിൻ്റെ പേരിൽ പേരെടുത്ത ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകും. ഹോസ്പിറ്റൽ എന്തായാലും പോകും. ദാറ്റ്സ് മൈ റിക്വസ്റ്റ്.